അവൾക്കിപ്പോൾ എന്നെ എന്തോ ഒരു സംശയം പോലെ. ഇതിനിടയിൽ ആരും അറിയാതെ ഞാൻ ചില കുരുക്കുകളൊപ്പിച്ചു. രാമേട്ടൻ്റെ മുറിയുടെ ജനൽപ്പാളിയുടെ വിജാഗിരി ഞാൻ ഇളക്കി വല്ലാതാക്കി. ഇപ്പോൾ അത് കാൽ ഭാഗമേ അടയുകയുള്ളൂ. അത് കണ്ട് ഞാൻ സന്തോഷിച്ചെങ്കിലും 3-ാം ദിവസം ഇളയമ്മ അവിടെ ചരടുകൊണ്ട് ഒരു തുണി അതിൽ കർട്ടൻ പോലെ വലിച്ചിട്ടു. മുടിയാൻ നേരത്തെ ഒരു ബുദ്ധി. ആ പാളി ഇളക്കാതിരുന്നെങ്കിൽ ചെറിയൊരു ഇടവെങ്കിലും കിട്ടിയേനെ. പോയ ബുദ്ധി പോയി. ഇനി അടുത്തത് ആലോചിക്കാം. ഏതായാലും ആ വാരാന്ത്യം രാമേട്ടൻ വന്നപ്പോൾ അത് ശരിയാക്കുന്ന കാര്യം ഓർത്തില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്കൊരു ദിവസം വൈകുന്നേരം പെങ്കൊച്ചുങ്ങൾക്ക് ക്ലാസ് എടുത്തു. വെള്ളം കോരാൻ പോയപ്പോഴൊക്കെ തോട്ടരികിലെ ചെടികളും മരങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. ഒളിഞ്ഞിരുന്ന് പടം പിടിക്കാനുള്ള സൗകര്യം തേടി. അവസാനം കുളിക്കടവിന് അല്പം മുകളിലേക്ക് മാറി വേലി കൊണ്ട് മറച്ച ഒരു പാവക്കാത്തോട്ടം ഞാൻ ഉറപ്പിച്ചു. അതിൻ്റെ മൂലയിൽ വേലിയിൽ എന്തോ വള്ളികൾ കയറിയിരിക്കുന്ന ഒരു മറവുണ്ട്. ആദ്യത്തെ ദിവസം അവിടെ ക്യാമറയുമായി കാത്തിരുന്നത് മിച്ചം. ഒരു വയസ്സൻ എന്തിനോ വേണ്ടി കടവിലിറങ്ങി പോകുന്നത് കണ്ടു. കുറച്ച് പെണ്ണുങ്ങളേയുള്ളൂ ഈ ചുറ്റുവട്ടത്തിൽ. എങ്കിലും ഇതുങ്ങൾക്ക് കുളിയും നനയും ഒന്നുമില്ലേ? ഞാൻ ചിന്തിച്ചു. 2-ാം ദിവസം കോളേജിൽ നിന്ന് വന്നയുടനെ ഞാൻ പാവക്കാത്തോട്ടത്തിലെത്തി. ഉള്ളിൽ പേടിയുമുണ്ട്. വിളഞ്ഞ കായ് പറിക്കാൻ ഉടമസ്ഥനെത്തിയാൽ ഞാൻ പാവയ്ക്ക കള്ളനാവും. മുകളിലെവിടെയോ ഒരു ഉറവ ഉള്ളതുകൊണ്ടാവാം ആ പൊരി വേനലിലും തോട്ടിൽ നല്ല ഒഴുക്കുള്ള ഒരു ചാലുണ്ടായിരുന്നു. കുളിക്കുന്നിടത്ത് മുട്ടുവരെ തെളിനീരും. ഈ ഗ്രാമം ഭാഗ്യപ്പെട്ടതാവുന്നു. തോടിൻ്റെ അങ്ങേക്കരയിൽ കുറ്റിച്ചെടികൾ തോട്ടിലേക്ക് ചാഞ്ഞ് സമൃദ്ധമായി വളരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കയറിയിരുന്നാൽ ഇക്കരെ കടവിൽ പെണ്ണുങ്ങളുടെ വിശേഷങ്ങൾ കാണാൻ യാതൊരു പഞ്ഞവുമില്ലായിരുന്നു. പിടിക്കപ്പെട്ടാലോ എന്ന പേടി കൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ആലോചിച്ചില്ല. എൻ്റെ സ്വപ്നമായ അഭിരാമിയുടെ മുന്നിൽ വെച്ച് അവഹേളിക്കപ്പെടുന്നതിലും ഭേദം മരണമായിരിക്കും. കാരണം അഭിരാമിയെ നേരാവണ്ണം കാണാൻ വേണ്ടിയാണ് അവളുടെ പടമെടുക്കാൻ ഞാൻ ജാൻസനോട് ക്യാമറ വാങ്ങിയത്. അവളെ കാണാനാണെന്ന് ഇവനോട് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വെറുതെ പാടവും വരമ്പും എടുക്കാനാണെന്ന് പറഞ്ഞാൽ ഇവൻ വിശ്വസിക്കുകയുമില്ല. അതുകൊണ്ടാണ് കുളിസീനെടുക്കാനാണെന്ന് പറഞ്ഞത്. അതിപ്പോൾ എനിക്കൊരു പ്രശ്നമായി. കാത്തിരിപ്പ് വെറുതെയായില്ല. ഒരുത്തി വന്നു. ഇനിയെല്ലാം ജാൻസിൻ്റെ ഭാഗ്യം പോലെ എന്ന് ഞാൻ സമാധാനിച്ചു. ഞാൻ ക്യാമറ കഴിവതും അനക്കാതെ പിടിച്ചു. കുറച്ചു നേരം അവരുടെ പ്രവൃത്തികൾ ഞാൻ ക്യാമറയിൽ പിടിച്ചു. കല്യാണവും പ്രസവവും കഴിഞ്ഞ് മട്ടുണ്ട്. ജാൻസേ, നിനക്കിത് മതി മോനെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മധ്യവയസ്കയും ഒരു പെൺകുട്ടിയും ഒരു കെട്ട് തുണിയുമായി വന്നു. ജാൻസേ, നിന്റെ ഭാഗ്യം. സാമാന്യം ഓവറാക്കാതെ ഞാൻ ഓരോ പോസും ഒപ്പിയെടുത്തു. കൂട്ടുകാരന് വേണ്ടിയാണെങ്കിലും എനിക്കിതിനോട് ഒട്ടും താല്പര്യം തോന്നിയില്ല. പിന്നെ പേരിന് അവന് കൊടുക്കാനെന്ന വണ്ണം ഞാൻ പിടിച്ചുകൊണ്ടിരുന്നു. സ്ക്രീനിൽ ബാറ്ററി മിന്നുന്നു. ബാറ്ററി തീരാറായിരിക്കുന്നു. ഞാൻ റെക്കോർഡിംഗ് നിർത്തി. സ്ക്രീൻ അടച്ചു. നേരെ കുനിഞ്ഞു തന്നെ പാവക്കാത്തോട്ടത്തിൻ്റെ പുറകിലത്തെ മൂലയിൽ കൂടി രാമേട്ടൻ്റെ പറമ്പിലേക്ക് ചാടി. മുറ്റത്ത് കയറുമ്പോൾ അടുക്കള മുറ്റത്തിൻ്റെ മൂലയിൽ അഭിരാമി. പറമ്പിൽ നിന്നും കയറി വന്ന് എന്നെ കണ്ട അബിയുടെ മുഖത്ത് ഒരു ചോദ്യഭാവം. ഈ ചൂടത്ത് കിളക്കുമായിരുന്നോ? ഞാൻ മൂളി. എന്നിട്ട് തൂമ്പ എവിടെ വെച്ചു? പറമ്പിലിട്ട വല്ലവനും എടുത്തുകൊണ്ട് പോവും. അവൾ മെല്ലെ എന്നോടടുത്തുകൊണ്ട് ചോദിച്ചു. തോർത്തിനടിയിൽ ഒളിച്ചു വെച്ചിരുന്ന ക്യാമറ അവൾ ശ്രദ്ധിക്കുമോ എന്നായിരുന്നു എൻ്റെ പേടി. ഇപ്പം എടുത്തുകൊണ്ട് വരാം. ഇച്ചിരി വെള്ളം കുടിക്കാൻ കയറിയതാ, ഞാൻ പറഞ്ഞൊപ്പിച്ചു. എടുത്തു തരണോ? ആ വേണം. അവൾ വെള്ളമെടുക്കാൻ തിരിഞ്ഞ നേരത്തിന് ഞാൻ ചാടി ചായ്പിലേക്ക് കയറി ക്യാമറ വെച്ചിട്ട് മുറ്റത്തിറങ്ങി നിന്നു. ഇന്നാ വെള്ളം. അവൾ ഒരു സ്റ്റീൽ ചെരുവും എൻ്റെ നേരെ നീട്ടി. താങ്ക്സ്, ഞാൻ പറഞ്ഞു. എന്താ ഒരു വെപ്രാളം? കിളക്കുമായിരുന്നോ അതോ വല്ല മോഷണത്തിന് നോക്കുമായിരുന്നോ? അബി വെള്ളം തിന്നപ്പം ഒരു വെപ്രാളം. ഓ, പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് ആദ്യമായിരിക്കും വെള്ളം കുടിക്കുന്നത് ഒരു പോലീസ്. അവൾ മുഖം കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. ഞാൻ ഓടി പുറകു വശത്ത് ചെന്നു. അവിടെ ഭിത്തിയിൽ ചാരി വെച്ചിരുന്ന തൂമ്പ എടുത്ത് അടുക്കള വാതിലിൽ വന്നു. ദേ പിന്നെ. എന്താ? അബി അകത്തു നിന്നും വിളിച്ചു ചോദിച്ചു. തൂമ്പ തിരിച്ചു വെക്കുവാണേ. ഓ, അതിലെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞേക്കണേ, തുരുമ്പ് പിടിക്കും. കളഞ്ഞു, ഇപ്പം നല്ല ക്ലീനാ. ഞാൻ തൂമ്പ തിരിച്ച് ഇരുന്നിടത്ത് കൊണ്ടുവച്ചു. പിന്നെ ഒരു ദീർഘശ്വാസം വിട്ടു. മുറിയിൽ കയറാൻ ഒരുങ്ങുമ്പോൾ കല. അങ്കിളേ, എന്താ കലമോളെ? ഞാനെല്ലാം കണ്ടു. എന്താ ഒരു ഒളിച്ചുകളി? എവിടെയാ കിളച്ചത്? അവളുടെ ചോദ്യത്തിൽ കളിയാക്കൽ. നിന്റെ തലയിൽ. എന്തിനാ അറിയണേ? ഞാൻ ദേഷ്യപ്പെട്ടു. നുണ പറഞ്ഞെങ്കിലും
ചേച്ചി വെള്ളം തന്നപ്പം ഒരു സമാധാനം അല്ലേ? എന്തു നുണ? നീ പോയിരുന്ന് പഠിക്ക് പെണ്ണേ. ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും. ഇന്നലെ എന്തിനാ കടവിൽ പോയത്? ഇന്നലെയോ? ഞാൻ കണ്ടായിരുന്നു. കുളിച്ചിട്ടില്ല. പോരുന്ന വഴിക്ക് വെള്ളം കൊണ്ടുവന്നില്ല. അപ്പം പെണ്ണുങ്ങളെ കുളി കാണാൻ പോയതായിരുന്നു അല്ലേ? അതെ. അതിന് നിനക്കെന്താ? ഞാൻ ചേച്ചിയോടൊന്ന് പറഞ്ഞേക്കാം. നിന്റെ ചേച്ചി കുളിക്കുന്നത് എനിക്ക് കാണണ്ട. അതിന് ചേച്ചി ഇപ്പം തോട്ടിൽ കുളിക്കത്തില്ലല്ലോ. അങ്കിൾ വെള്ളം കൊണ്ടുവരുന്നത് കൊണ്ട് സുഖമായിട്ട് കുളിമുറിയിലല്ലേ കുളി. നീ പോയിരുന്ന് പഠിക്ക്. ഇല്ലേ ഇക്കൊല്ലം തോറ്റ രാമേടൻ പിടിച്ച് കെട്ടിച്ചു വിടും. ഹോ, എങ്കി രക്ഷപ്പെട്ടു. മുടിഞ്ഞ പഠിത്തം ഒന്ന് നിന്ന് കിട്ടുമല്ലോ. 4ാം ക്ലാസ്സും പാസ്സായി അങ്ങ് ചെല്ല്. നോക്കിയിരിക്കുക കളക്ടർ. എനിക്കങ്ങനെ വലിയ ആശയമൊന്നുമില്ലേ. അങ്കിളിനെ പോലെ ഒരു മണ്ടനായാലും മതി. നിന്നെ ഞാൻ പോയിരുന്നു വായിക്കടി. ഞാൻ കൈയോങ്ങി. അങ്ങനെ പറഞ്ഞുകൊട്. വന്നേ പിന്നെ ഒരക്ഷരം വായിച്ചിട്ടില്ല അസത്ത്. അങ്ങോട്ട് കടന്നു വന്ന ഇളയമ്മ മുടി കെട്ടി ഒരു കോട്ടുവായ ഇട്ടുകൊണ്ട് പറഞ്ഞു. അവർ ഉറങ്ങുകയായിരുന്നുവെന്ന് തോന്നി. രാജു കാപ്പി കുടിച്ചോ? അന്ന് കാമുകന്റെ ബലാത്സംഗ പരിപാടി പൊളിഞ്ഞതിൽ പിന്നെ അവർക്ക് എന്നോട് അല്പം അടുപ്പം കൂടിയതുപോലെ. വേണ്ട, വെള്ളം കുടിച്ചു. അഭി പറഞ്ഞു പറമ്പിലെങ്ങാണ്ട് കിളക്കുമായിരുന്നു എന്ന്. ചുമ്മാതെ അമ്മേ, വേറെന്തോ. കല ഇടക്ക് കയറി പറഞ്ഞു. നീ മിണ്ടാതിരി. ഇളയമ്മ അവളെ ശകാരിച്ചു. അവൾ എന്നെ നോക്കി കാണിച്ചു തരാമെന്നർത്ഥത്തിൽ ഗോഷ്ടി കാണിച്ച് കയറിപ്പോയി. അന്ന് കുളിക്കാൻ കിണറ്റുകരയിൽ പോയപ്പോൾ ഞാൻ തോട്ടുകടവിൽ നിന്ന് പോയി നോക്കി. നിശബ്ദമായി ഒഴുകുന്ന നിശ്ചല ജലം. കടവിൽ 2-3 കല്ലുകൾ അവിടെ അവിടെയായി കിടപ്പുണ്ട്. കഷ്ടിച്ച മുങ്ങാനും മാത്രം വെള്ളമുണ്ട്. ചുറ്റും നോക്കിയിട്ടും പാവയ്ക്കത്തോട്ടമല്ലാതെ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല. ഞാൻ മറുകരയിലേക്കൊന്നു നോക്കി. കടവിൻ്റെ നേരെ തന്നെ തോട്ടിലേക്ക് ഇറങ്ങി അല്പം നല്ല ഇലക്കൂറുള്ള ഒരു വലിയ കുറ്റിച്ചെടി നിൽപ്പുണ്ട്. പക്ഷേ ഇടതൂർന്ന കമ്പുകളും ഇലകളും കൊണ്ട് അതിനിടയ്ക്ക് ഒളിച്ചിരിക്കാൻ വിഷമം. അതും എപ്പോൾ, എത്ര നേരം ഇരുന്നാലാണ് ഒരിര വന്നെത്തുക? ഓ, തൽക്കാലം ജാൻസിനെ സമാധാനിപ്പിക്കാൻ ഇത് മതി. പെട്ടെന്ന് എൻ്റെ തലമണ്ടയിൽ ബുദ്ധിയുടെ ഒരു മിന്നൽ. ആ കുറ്റിച്ചെടിയുടെ ഉള്ളിൽ സാധനം ഒളിപ്പിച്ചു വെച്ചാലോ? പക്ഷേ ഈ ചൂടിലത് കേടായാലോ? 1 മണിക്കൂറിൽ കൂടുതൽ ടേപ്പ് നീണ്ടു നിൽക്കുകയില്ല. അതിനിടയ്ക്ക് ഇര വീണാൽ ഭാഗ്യം. പിന്നെ എന്തു ഗുണം? അല്ല എങ്കിൽ അഭിരാമിയുടെ അലക്കൊന്ന് പിടിച്ചാലോ? എന്നെങ്കിലും ഒരിക്കൽ അവളെ ഒന്ന് അത്ഭുതപ്പെടുത്താം. ഒടുവിൽ ഒളിഞ്ഞു നിന്ന് പടം പിടിച്ചതിന് തൊഴിൽ വേറെ കിട്ടുമോ? ഏതായാലും ശ്രമിക്കാം. ഒന്നുമല്ലെങ്കിലും ഭാവിയിൽ അവളുടെ വ്യത്യസ്ത രൂപങ്ങൾ കാണുകയെങ്കിലും ചെയ്യാമല്ലോ. നേരം മയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ തോടിൻ്റെ മറുകരയിൽ പോയി നിന്ന് നോക്കി. ശരിയായ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചാൽ കല്ലും കടവും നല്ല ഭംഗിയായി പിടിച്ചെടുക്കാം. കടവിൽ നിൽക്കുന്ന ആൾ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കാതിരുന്നാൽ മതി. ഒന്ന് ശ്രമിക്കാം. നാളെ തന്നെ. അബിക്ക് ക്ലാസ്സില്ലെങ്കിൽ ഉച്ചയൂണ് കഴിഞ്ഞാൽ ഉടൻ അവൾ തോട്ടിൽ അലക്കാനെത്തും. പക്ഷേ എൻ്റെ ക്ലാസ് മുടങ്ങും. ഇപ്പോൾ റിവിഷനും റെക്കോർഡും ക്ലബ്ബുകളുടെ വാർഷികമൊക്കെയാണെങ്കിലും ഹാജറിന് വേണ്ടി പോയേ പറ്റൂ. ഇല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് കിട്ടത്തില്ല. എന്നാലും 2-3 ദിവസമൊക്കെ മുടക്കാം. ഞാൻ കുളിയും കഴിഞ്ഞ് വെള്ളവും കോരി തിരിച്ചു പോന്നു. മേശപ്പുറത്ത് വെച്ചിരുന്ന ഭക്ഷണം എടുക്കാൻ ചെന്നപ്പോൾ കല എന്നെ കണ്ടെങ്കിലും പിണക്കം ഭാവിച്ചു നിന്നു. നന്നായി എന്ന് ഞാൻ വിചാരിച്ചു. ബാറ്ററി ചാർജർ കുത്തിവെച്ച് ഞാൻ പഠിക്കാനിരുന്നു. വാതിൽക്കൽ കാലടി ശബ്ദം. കഥകൾ മുട്ടി ഞാൻ പ്രതീക്ഷിച്ചു. കേൾക്കുന്നില്ല. ആരാ? ഞാനാങ്കിളെ. കലയുടെ ശബ്ദം. ഞാൻ ബാറ്ററി ചാർജർ ഊരി മാറ്റി ഒളിപ്പിച്ചു. കഥക് തുറന്നു. എന്താ മോളെ? അങ്കിളിനിപ്പം എന്നെ ഇഷ്ടമല്ല. അവൾ കെറു അഭിനയിക്കുന്നു. അതിനിപ്പം എന്തുണ്ടായി? അങ്കിളിപ്പം ചേച്ചിയുടെ പുറകെയാ. വെള്ളം വേണേ ഞാനെടുത്ത് തരികയല്ലേ. പറമ്പിൽ കിളക്കാൻ പോയപ്പോൾ എന്നെ വിളിച്ചില്ലല്ലോ. എന്ത് കഷ്ടപ്പെട്ടാ ഇന്നലെ ഞാൻ ആ വിത്തിനൊക്കെ വെള്ളം കോരിയത്. ഓ അതാണോ? നാളെ ആവട്ടെ. പടിഞ്ഞാറ് വശത്ത് നമുക്ക് എന്തെങ്കിലും നടാം. പോരെ? എന്നെ വിളിക്കണം. വിളിക്കാം. പിന്നെ കലമോളെ. നിന്റെ ചേച്ചിക്ക് ഇനി എന്നാ ക്ലാസ്? നാളെ ഉണ്ട്. മറ്റന്നാ തുലുക്കന്മാരുടെ ഒഴിവല്ലേ. അതിൻ്റെ പിറ്റേ ദിവസവും ഇല്ലെന്നാ തോന്നുന്നേ. അല്ല, എന്തിനാ അറിയണേ? ചുമ്മാ. അച്ഛൻ നാളെ വരുമോ? അറിയത്തില്ല. എന്നാ മോള് പോയിക്കോ. പിന്നെ ചേച്ചിയെ പഞ്ചാര അടിക്കുന്നത് വെറുതെയാ. അതൊരു കല്ല. ഒരു സ്നേഹവുമില്ല ഉള്ളിൽ. അതെന്താ മോളെ? അബി വേറെ വല്ലൂരിയും? ഏയ്, എൻ്റെ CID പണി കൊണ്ട് ഞാൻ നോക്കുന്നുണ്ട്. ആരുമില്ല. എന്നാ അങ്കിള് വന്നപ്പം നല്ല ഉത്സാഹവും സന്തോഷമായിരുന്നു. എന്നിട്ടാണോ ഇന്നാള് എൻ്റെ നേരെ മെക്കിട്ട് കയറിയത്? ഓ എൻ്റെ അങ്കിളെ, അതൊരു സാധനമാ. എന്താ, ഒന്ന് മുട്ടി നോക്കുന്നോ? അയ്യോ വേണ്ട എൻ്റെ മോളെ. അങ്കിള് ഒരു വെറും തെണ്ടിയല്ലേ. വയറ്റുപേപ്പ് മുട്ടും. പിന്നെന്തിനാ കിള്ളി ചോദിച്ചേ? ഏതായാലും ഗുഡ് നൈറ്റ്. അവൾ തുള്ളിച്ചാടിപ്പോയി.
പിറ്റേ ദിവസം കോളേജിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ അടുക്കള ഭാഗത്തുനിന്ന് ചുറ്റിക്കറങ്ങി. കുളിമുറിയിൽ ഒന്ന് കയറി നോക്കി. പതിവില്ലാതെ ഞാൻ മുറിയിൽ കയറുന്നത് കണ്ടിട്ടാവാം അഭിരാമി എൻ്റെ പുറകെ വന്നു. രാജാമണി എന്താ കുളിമുറിയിൽ നോക്കിയേ? വല്ലതും കാണാതെ പോയോ? ഒന്നുമില്ല, ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന് നോക്കുമായിരുന്നു. എല്ലാവർക്കും കുളിക്കാനേ. ഞാൻ പരുങ്ങി. ഇന്നിപ്പം എന്താ അങ്ങനെ തോന്നാൻ? അല്ല, അഭി തോട്ടിലെ കുളി നിർത്തി ഇപ്പം ഇവിടാണെന്ന് കല പറഞ്ഞു, അതുകൊണ്ട് നോക്കിയതാ. ഓ, കാര്യമന്വേഷണം. ആവശ്യത്തിന് വെള്ളം ഇപ്പം ഉണ്ടല്ലോ, വേണമെങ്കിൽ ഞാൻ കോരിക്കോളാം. അല്ല, ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു. 4 ദിവസം കഴിയുമ്പം പഠിത്തവും പൊറപ്പും കഴിഞ്ഞ് ഇയാളങ്ങ് പോവും. പിന്നെയും ഞങ്ങൾ വേണ്ടേ ബുദ്ധിമുട്ടാൻ? നേരാ. പിന്നെ ഞാൻ മുറ്റത്തിറങ്ങി. വീടിൻ്റെ അകത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാകുന്ന വരെ വെള്ളം കോരാനും ആളുകൾ കാണും എന്നോർത്താൽ മതി. ഞാൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. രാജാമണി, അബിയുടെ വിളി ഞാൻ കേട്ടു. ബാക്കി കേൾക്കുന്നതിന് മുമ്പ് ഞാൻ പടി കടന്ന് ഞാൻ വേലിക്കിടയിലൂടെ വീട്ടിലേക്കൊന്ന് നോക്കി. തൂണിൽ ചാരി ഒരു വിരൽ കടിച്ച് മറ്റേ കൈ എളിയിലൂന്നി ഞാൻ പോയ വഴിയെ നിർനിമേഷയായി അഭിരാമി നോക്കി നിൽക്കുന്നു. എനിക്കുള്ളിൽ സന്തോഷം തോന്നി. എന്തോ ഒന്ന് പറയാൻ പറ്റിയല്ലോ. ഇനി അതിൻ്റെ പ്രതികരണം തിരികെ വരുമ്പോഴറിയാം. ഏതായാലും ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്ത് പ്രതികരണം?